അച്ഛനെ കൊന്നത് ഞാനല്ല. പിന്നെ ആരടാ? രമാദേവി. ഭദ്രേട്ടാ, അതൊക്കെ നമുക്ക് ചെയ്യാം. കുറച്ച് സാവകാശം വേണം. ഈ ചെയ്യൂന്ന് പറഞ്ഞിട്ട് കുറച്ച് നാളായില്ലേ കുഞ്ഞോട് എത്ര സമയം വേണമെങ്കിലും കൊടുത്തോ. പക്ഷെ എന്റെ മകൾ അനസൂയയും അർജുനും തമ്മിലുള്ള കല്യാണം കഴിഞ്ഞിട്ട് മതി ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ മകളുമായിട്ടുള്ള കല്യാണം ഉറപ്പിക്കല്. ആനയും അമ്പാരിയൊക്കെ വെച്ച് കല്യാണം നടത്തുമ്പോ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ പോലീസ് തന്നെ എന്റെ കുഞ്ഞോളുടെ കയ്യിൽ വിലങ്ങ് വെച്ച് കൊണ്ടുപോകും. എന്തിനാണെന്നറിയോ? നരിയുടെ അച്ഛനെ കൊന്നതിന്. അതുപോലെ പല പല കൊലപാതകങ്ങളും ചെയ്തതിന്. പിന്നെ ഭദ്രേട്ടൻ ഒരു സൂചന തന്നില്ലെന്ന് പറയരുത്. എന്റെ കുഞ്ഞോട് സ്വസ്ഥമായിട്ടും സമാധാനമായിട്ടും കിടന്നുറങ്ങിക്കോ. രാത്രിയായി. അപ്പോ ഗുഡ് നൈറ്റ്. ആദ്യം ഒതുക്കേണ്ടത് ഇയാളെയാ. ഈയിടെയായിട്ട് അങ്ങും തൊടാതെ ഒരു ഭീഷണിപ്പെടുത്തൽ. ഛേ, ചില സ്നേഹങ്ങളൊക്കെ ഉണ്ടാവുന്നത് ഇങ്ങനെയായിരിക്കും അല്ലേ സാറേ? എന്താണ് സാർ, ചെമ്മീൻ സിനിമയിലെ പരിയക്കുട്ടിയെ പോലെ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കാൻ മാത്രം എന്താ ഉണ്ടായേ? ഭരതനസേ, ഈ കുട്ടി മിണ്ടുന്നില്ല. എന്താ സാറേ, സൂസൻ സാറിനെ തേച്ചോ? സൂസൻ പോയതിന്റെ പേരിലാണോ സാറിന്റെ മുഖത്ത് ഈ മ്ലാനത? കുട്ടി പിന്നെയും മിണ്ടുന്നില്ല. സർ, നമുക്കെല്ലാം സംസാരിച്ച് ശരിയാക്കാന്ന്. സാറിന് വേണ്ടി ഞാൻ സൂസനോട് സംസാരിക്കാം. ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ? എന്തു പറയുന്നു? താൻ വലിയ തമാശ ഒന്നും പറയണ്ട. സാർ എന്നോട് പിണക്കമാണോ? ചിലർക്കൊക്കെ നമ്മൾ കൊടുക്കുന്ന സ്നേഹം കാഴ്ചയില്ലാത്ത ആളുടെ കയ്യിൽ വെച്ചു കൊടുക്കുന്ന സ്വർണ്ണ നാണയം പോലെയാ. ഒരിക്കലും അതിന്റെ മൂല്യം തിരിച്ചറിയില്ല. ആഹാ, അതെ അതെ, ഇത് ഭദ്രന്റെ പണ്ടേ ഉള്ള ശീലമാ. അതെ അതെ, അതിപ്പോ തീർക്കേണ്ടത് ആരെയാണെങ്കിലും തീർത്ത് കെട്ടിയേ ഭദ്രൻ മടങ്ങും. ഭദ്രന്റെ പെട്ടിയെടുക്കാൻ മടിയുള്ളവർക്ക് ഭദ്രൻ പെട്ടി കെട്ടും. അത് സ്വന്തം പെങ്ങളാണെങ്കിൽ പോലും. നരി,
എന്താ ഭദ്ര, നീ എന്താ വിചാരിച്ചത്? എന്റെ അച്ഛനെ കൊന്ന നിന്നെ ഞാൻ വെറുതെ വിടുവന്നോ? നിന്നെ കൊല്ലൂടാ. നീ എന്നെ വെറുതെ വിടണം. ഇല്ല, എല്ലാം നിന്നെ തെറ്റിദ്ധാരണയാ. എടാ, നിന്റെ അച്ഛനെ കൊന്നത് ഞാനല്ല, പിന്നെ ആരടാ? രമാദേവി. കുഞ്ഞോളെ, സോറി ഭദ്രേട്ട. ഭദ്രേട്ടന്റെ കുഞ്ഞോൾക്ക് ജയില് പേടിയാ. പിന്നെ പണ്ടേ എന്നെ കുഴപ്പത്തിലാക്കാൻ നോക്കുന്നവര് അതാരായാലും ഞാൻ തീർക്കും. അയ്യോ, ഓ, എന്നെ കുത്തിയേ. ഞാൻ ചത്തേ. ഞാൻ ചത്തേ. അയ്യോ, എന്നെ കുത്തി. എന്നെ കുത്തി. കണ്ണു തുറക്കും മനുഷ്യ, തുറക്ക്. ദൈവമേ, ആവശ്യമില്ലാതെ ഓരോന്ന് ആലോചിച്ച് കിടന്ന് സ്വപ്നം കണ്ടിട്ട് കിടന്ന് വിളിക്കുക. കണ്ണു തുറക്ക. എന്റെ ദൈവമേ. കണ്ടത് സ്വപ്നമായിരുന്നല്ലേ? കട്ടില് കണ്ട ഉടനെ കൂർക്കം വലി. ഹെലികോപ്റ്റർ വന്നിറങ്ങുന്നത് പോലെയുള്ള നിങ്ങളുടെ കൂർക്കം വലി കാരണം ഞാൻ ഉറങ്ങിയിട്ട് എത്ര നാളായിന്നറിയോ? ഓ, ഇപ്പൊ ഒന്ന് ഉറക്കം പിടിച്ച് വന്നതേ ഉള്ളൂ. അതിനിടയിൽ ഒരു സ്വപ്നം കാണല്. ദേ മനുഷ്യ, ഒരു കാര്യം ഞാൻ പറയാം. ഇങ്ങനെ കൂർക്കം വലിയ സ്വപ്നം കാണലും കൊണ്ടാ മുന്നോട്ട് പോക്കെങ്കിൽ നിങ്ങൾ സ്വപ്നം കണ്ടത് ഫലിക്കും.